ആറ്റിങ്ങൽ പിരപ്പമൺകാട് പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. തരിശുനിലങ്ങൾ വീണ്ടെടുത്ത് 57 ഏക്കറിൽ വിതച്ച രണ്ടാം വിള നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തേവി നനച്ചതും കൊയ്തുമെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ച് വരമ്പായി കിടന്നതും ഞാനീ കീഴാളൻ പുതുനെല്ലിന്റെ കൂട്ടാളൻ. ചേറു ചവിട്ടിക്കുഴച്ചു ചതുരത്തിൽ സൂര്യനെ കാണിച്ചുണക്കി അടുക്കി തീകൂട്ടി ചുട്ടതും ഇഷ്ടിക കൂമ്പരം തോളിലെടുത്ത് നടന്ന് തളർന്നതും ശാന്തം കരണ്ടിയും തൂക്കും മുഴക്കോലും ചന്തവും ചാലിച്ച് വീട് പണിഞ്ഞിട്ട് ആകാശക്കൂരയിൽ അന്തിയേരിച്ചതും ഞാനീ കീഴാളൻ നെടുന്തൂണിന്റെ കാലാളൻ. കട്ടമരത്തിൽ കടലിൻ കഴുത്തേറി കഷ്ടകാലത്തിന്റെ കൊല്ലിവല വീശി പൂവാലൻ ചെമ്മീനും മത്തിയും മക്കളും തീരത്തു നീതിച്ച് നേരമിരുണ്ടപ്പോൾ പൂളക്കിഴങ്ങ് വിഴുങ്ങി തുലയ്ക്കുവാൻ ചാളക്കറിക്ക് കുതിച്ചു കയർത്തതും ഞാനീ കീഴാളൻ കൊടുങ്കാറ്റിന്റെ തേരാളൻ. കണ്ടടം കുത്തി കുരുപ്പരുത്തി നട്ട് പഞ്ഞിക്കാ പൊട്ടിച്ച് തക്കളി ഒരുത്തിട്ട് ആദിത്യരശ്മി പോലെ അമ്പര നൂലിട്ട് രാപ്പകലില്ലാതെ ഓമൽ തറിയോട് മല്ലിട്ട് തുല്ലിട്ടുടയാട നെയ്തതും നെഞ്ചു മറയ്ക്കാതെ ശീതത്തീ തിന്നതും ഞാനീ കീഴാളൻ ഉടുമുണ്ടിന്റെ നെയ്ത്താളൻ. ചന്ദനം കണ്ടതും കൊത്തി മണത്തതും വെട്ടി മറിച്ച് പുറന്തോട് ചെത്തിയിട്ട് ആനയും വ്യാളിയും സർപ്പവും സിംഹവും 10 അവതാരവും കൊത്തിപ്പൊലിപ്പിച്ച് കട്ടിൽ കടഞ്ഞതും തൊങ്ങലു വച്ചതും കല്യാണ തമ്പ്രാനും തമ്പ്രാട്ടിക്കുഞ്ഞിനും കന്നിരാവത്ത് ചിരിച്ച് കളിക്കുവാൻ കാണിക്ക വെച്ചിട്ട് മാടത്തിൻ മുറ്റത്ത് പൂഴിക്കിടക്കയിൽ ഓല വിരിപ്പിന്മേൽ നക്ഷത്രം നോക്കി നശിച്ചു കിടന്നതും ഞാനീ കീഴാളൻ മുൾമരത്തിന്റെ വേരാളൻ. കായൽക്കയങ്ങളിൽ മാലുകൊരുത്തിട്ട് തൊണ്ടു കുതിർത്തതും പോളയിരിഞ്ഞതും റാട്ടുകറക്കിട്ട് പൊന്താരു നൂത്തതും ചില്ലിക്ക് വിറ്റ് ചെലവിനും പോരാഞ്ഞ് ചെല്ലക്കയറിൽ കുരുക്കിട്ടൊടുങ്ങിയോ ഞാനീ കീഴാളൻ കരിമണ്ണിന്റെ ഊരാളൻ. പാർട്ടി ആഫീസിന്റെ നെറ്റിയിൽ കെട്ടുവാൻ രാത്രിയിൽ ചോരക്കിനാക്കൊടി തുന്നിയും നെഞ്ചോട് ചേർത്ത് കരഞ്ഞും ഞെളിഞ്ഞും സങ്കടത്തീക്കനൽ തൊണ്ടയിൽ വച്ചിട്ട് പിന്നിൽ നടന്നതും താണു ഞെരിഞ്ഞതും പിന്നെ കിനാവിൻ കലപ്പനക്കായി വന്നു മണ്ണു തെളിച്ച് വിയർത്തു കിതച്ചതും ഞാനീ കീഴാളൻ കുടിക്കമ്പിന്റെ നക്കാളൻ. കല്ലരി കഞ്ഞിയിൽ വെണ്ണിലാവുപ്പിട്ട് കണ്ണത്ത കാവിലെ കാലന ചാറ്റിയിട്ട് ഓട്ടുവത്തായ കുരുക്കിൽ കുനിഞ്ഞിരുന്നാശയ്ക്ക് വിത്തിട്ട് പോഴത്തമാക്കിയിട്ട് പുട്ടിലും തട്ടി പുറന്തിരിഞ്ഞോടുന്ന ചൊക്കന്റെ പിന്നാലെ ആളും മനസ്സുമായി തീപിടിക്കുന്ന വിളഞ്ഞ പാടം പോലെ നായ്ക്കുട്ടി തട്ടി ഉടച്ച കുടം പോലെ വീണേ കീഴാളൻ കണ്ണുനീരിന്റെ നേരാളൻ. കൃഷി കൂടുതൽ ഇനങ്ങളിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് എന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം കൃഷി ഓഫീസർ ജാസ്മി നിർവഹിച്ചു. പിരപ്പമൺകാട് പാടശേഖര സമിതിയുടെ ഒരു കൂട്ടായ്മ, അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ അൻഫാറിനെയാണ്. സത്യത്തിൽ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ ഒരു കാര്യത്തിന് വിളിച്ചാൽ ആദ്യം ഓടിയെത്തുന്ന അൻഫാറാണ്.
ഏതൊരു കാര്യം നമുക്ക് നോക്കിയാലും ആ കാര്യം വിജയിക്കുന്ന അതിന് മുന്നിൽ നിൽക്കാൻ ഒരു ലീഡർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കൃഷിയെ തന്നെ ഇത്രയും രീതിയിലാക്കിയത് നമ്മുടെ അൻഫാറും അതിൻ്റെ കൂടെ സാബു സാർ, ബാക്കിയുള്ള നമ്മൾ ഒത്തിരി കർഷകരുണ്ട്, അവരെല്ലാവരും കൂടെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു സംതൃപ്തി തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കർഷകനെ ആദരിച്ചത്, അതും ഈ പ്രസന്നകുമാർ. എനിക്ക് പേര് വായിച്ചപ്പോൾ പെട്ടെന്ന് പിടിയിട്ടില്ല. കുട്ടപ്പൻ എന്ന് പറഞ്ഞാലേ നമുക്കൊക്കെ അറിയാം, എനിക്കും അത്രേ അറിയത്തുള്ളൂ. കുട്ടപ്പൻ എന്ന് പറഞ്ഞാലേ ആ ചേട്ടനെ അറിയുള്ളൂ. അത് അത്രയ്ക്ക് ഇതായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ആ ചേട്ടനെയൊക്കെയാണ് നമ്മൾ ഈ യോഗത്തിൽ ആദരിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന നമ്മുടെ ഒരുപാട് കർഷകർ. അപ്പോൾ അവരെ വേണം നമ്മൾ ആദരിക്കുക. അത് ആദരിച്ച് നമ്മുടെ പാടശേഖര സമിതിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മുടെ കൃഷി ഓഫീസർ എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങളൊക്കെ അത്രയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു മുൻകൈ എടുത്ത് നമ്മുടെ ഒരു കൂട്ടായ്മ, അത് തന്നെ സൗഹൃദ സംഘങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ, എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഇത്രയും വ്യാപകമായിട്ട് കൃഷി ചെയ്തത് നമ്മുടെ പാടശേഖര സമിതി തന്നെയാണ്. പാടശേഖര സമിതിക്ക് ഒപ്പം നിന്ന് പാടശേഖരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ പിരപ്പമൻകാട് പാടശേഖര സൗഹൃദ സംഘത്തിന് ചടങ്ങിൽ അനുമോദനം നൽകി. കാർഷിക പ്രവർത്തനങ്ങളിൽ വേണ്ടിടത്ത് വേണ്ട പോലെ ഇടപെട്ട പാടശേഖരത്തിലെ കായികാധ്വാനത്തിന്റെ അടയാളമായി മാറിയ മുതിർന്ന കർഷകൻ പ്രസന്നകുമാർ പമ്പ് ഹൗസിന്റെ സർവീസ് ജോലികൾ സ്ഥിരമായും സൗജന്യമായും ചെയ്ത് പാടശേഖര സമിതിക്ക് ഒപ്പം നിൽക്കുന്ന വിജയൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സൗഹൃദ സംഘം ചെയർമാൻ രതീഷ് രവീന്ദ്രൻ, ഹരിത കേരളം പ്രതിനിധി ലില്ലി കുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് സാബു VR സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ആറ്റിങ്ങൽ.